വികട സരസ്വതിയുടെ അനുഗ്രഹം സിദ്ധിച്ച അതുല്യ പ്രതിഭയായിരുന്നു മുട്ടസ്സു നമ്പൂതിരി. വൈക്കം ക്ഷേത്രത്തിനു സമീപത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലം. ക്ഷേത്രസദ്യയ്ക്കുള്ള ദഹനത്തിന്റെ ചുമതല ഈ ഇല്ലത്തിന് അർഹതപ്പെട്ടതാണ്. മുട്ടസ്സു നമ്പൂതിരിക്ക് വാഗ്വിലാസത്തിൽ വൈഭവം വന്നതിനു പിറകിൽ ഒരു കഥയുണ്ട്. സമാവർത്തനം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ അദ്ദേഹം മൂകാംബികയിലെത്തി ഭജനമിരിക്കുന്നു. അവിടുത്തെ ത്രിമധുരം സേവിച്ചതിൽ പിന്നെയാണ് മുട്ടസ്സു നമ്പൂതിരി പ്രഗത്ഭനായതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ദേവിയുടെ ഈ ദിവ്യപ്രസാദം മലയാളികൾക്ക് ലഭിക്കുന്നത് അപൂർവമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നടയടയ്ക്കുന്നതിനു മുന്ന് ബിംബത്തിനു മുൻപിൽ ത്രിമധുരം നേദിക്കും. ദേവന്മാർ അവിടെ എത്തി ദേവിയെ പൂജിച്ച് ത്രിമധുരം കഴിക്കാറുണ്ടെന്നാണ് പരക്കെയുള്ള വിശ്വാസം. അത് മലയാളികൾക്ക് അനന്യമായ വാഗ്വിലാസമുണ്ടാക്കുമെന്ന കാരണത്താൽ അസൂയാലുക്കളായ ആ ദേശവാസികൾ ഈ ത്രിമധുരം കിണറ്റിൽ തള്ളുകയായിരുന്നുവത്രേ പതിവ്. ദേവന്മാർ പൂജ നടത്തിയ ദിവ്യപുഷ്പങ്ങൾ പിറ്റേന്നാൾ വിഗ്രഹത്തിനു മുൻപിൽ കാണും. അതിനാൽ തലേന്ന് പൂജ നടത്തിയ ശാന്തിയെ പിറ്റേന്ന് പൂജ നടത്താൻ നിയോഗിക്കാറില്ല. അകത്തു കണ്ടത് പുറത്തു പറയില്ലെന്ന് സത്യം ചെയ്യിച്ചിട്ടാണ് ദിവസവും ശാന്തിമാരെ പൂജ ചെയ്യാൻ അയക്കുന്നതും. മുട്ടസ്സു നമ്പൂതിരി അവിടെ എത്തി കുറച്ചുനാൾ പിന്നിട്ടപ്പോൾ ഈ ത്രിമധുരം എങ്ങനെയെങ്കിലും സേവിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അതിനായി തക്കം പാർത്തിരിക്കുകയും ചെയ്തു. ഒരു ദിവസം നട തുറക്കാനായി ശാന്തിക്കാരനെത്തിയപ്പോഴേക്കും നമ്പൂതിരിയും കുളി കഴിഞ്ഞവിടെ എത്തി. അദ്ദേഹം കണ്ണടച്ച് ജപം തുടങ്ങി. ശാന്തിക്കാരനെത്തി നട തുറന്നു. തലേ ദിവസത്തെ പൂമാലകളും ത്രിമധുരവും എടുത്തു മാറ്റുന്നതിനു മുൻപ് അദ്ദേഹം ഒരു കുടം വെള്ളം കോരാനായി കിണറ്റിലരികിലേക്ക് പോയി. ഈ തക്കത്തിന് മുട്ടസ്സു നമ്പൂതിരി ശ്രീകോവിലിനകത്തു കയറി ത്രിമധുരമെടുത്ത് വായിലിട്ടു. ശാന്തിക്കാരൻ ഓടിയെത്തി നമ്പൂതിരിയുടെ കഴുത്തിൽ പിടികൂടി. എങ്കിലും നമ്പൂതിരി ഒരു വിധത്തിൽ ത്രിമധുരം വയറ്റിലാക്കുകയാണ്. ശാന്തിക്കാരൻ ബഹളം വെച്ചത് കേട്ട് ധാരാളം പേർ ഓടിക്കൂടി നമ്പൂതിരിയെ പ്രഹരിച്ചു. അന്യനാട്ടിൽ ഇങ്ങനെയൊരു ആപത്ത് വന്നതിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ നമ്പൂതിരിക്ക് ദേവീ കടാക്ഷത്താൽ ഒരു ഉപായം അപ്പോൾ തോന്നി. അദ്ദേഹം ശ്വാസമടക്കി കണ്ണുമിഴിച്ച് ചത്തതുപോലെ അങ്ങ് കിടന്നു. കണ്ടുനിന്നവർ ഭയപ്പെടുകയും ചെയ്തു. നമ്പൂതിരിയെടുത്ത് അവർ ക്ഷേത്രത്തിന് വെളിയിലിട്ടു. പിന്നാലെ മരിച്ചെന്നു കരുതി എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു വനത്തിൽ ഉപേക്ഷിച്ചു. നമ്പൂതിരി പിന്നീട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ദിവസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം ഇല്ലത്തെത്തുന്നത്. ഒട്ടേറെ ചികിത്സകൾക്കു ശേഷം അദ്ദേഹം ആരോഗ്യം പതിയെ വീണ്ടെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ദിവ്യത്വങ്ങൾ വെളിപ്പെട്ടു തുടങ്ങിയതും ആ ഒരു സംഭവത്തിന് ശേഷം. ഒരിക്കൽ മുട്ടസ്സു നമ്പൂതിരി ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ശാസ്ത്രികൾ കുട്ടികൾക്ക് കാവ്യം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. നമ്പൂതിരി ഇതെല്ലാം ശ്രദ്ധിച്ച് മാറി നിന്നു. അല്പനേരം കഴിഞ്ഞ് ശാസ്ത്രികൾ എന്തിനോ പുറത്തുപോയി. അപ്പോൾ രഘുവംശത്തിലെ ഒരു പദത്തിന്റെ പരിഭാഷ കിട്ടാതെ ഒരു കുട്ടി വിഷമിച്ചിരിക്കുന്നത് നമ്പൂതിരി കണ്ടു. ഇതു കണ്ട് അദ്ദേഹം കുട്ടിയോട് എന്താ മിണ്ടാതെയിരിക്കുന്നത് എന്നന്വേഷിക്കുകയാണ്. ഒരു പദത്തിന്റെ പരിഭാഷ കിട്ടിയില്ലെന്ന് കുട്ടി പറഞ്ഞു. കരി എന്നതിന്റെ പരിഭാഷയാണ് കുട്ടിക്ക് അറിയാതെ പോയത്. ഞാൻ പറഞ്ഞു തരാം, കരിക്കട്ട എന്ന് പറഞ്ഞാൽ മതിയെന്ന് കുട്ടിയോടായി നമ്പൂതിരി. മാഘം പഠിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കുട്ടിക്കും പരിഭാഷയിൽ സംശയമുണ്ടായിരുന്നു. അച്ഛസ്ഫടികാക്ഷമാല എന്നതിന്റെ പരിഭാഷയായിരുന്നു കുട്ടിക്ക് അറിയേണ്ടിയിരുന്നത്. അച്ഛസ്ഫടികാക്ഷമാല, അച്ഛന്റെ സ്ഫടികാക്ഷമാല, അച്ഛൻ അമ്മയുടെ നായര്. സ്ഫടികാക്ഷമാല എന്താണെന്ന് എനിക്കും നല്ല നിശ്ചയമില്ല, ശാസ്ത്രിയോട് ചോദിക്കാം എന്ന് നമ്പൂതിരി പറഞ്ഞു. കുട്ടികളാകട്ടെ നമ്പൂതിരി പറഞ്ഞത് അതേപടി ഉരുവിട്ടുകൊണ്ടുമിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് ശാസ്ത്രികൾ തിരികെ എത്തുന്നത്. ആരാണ് ഈ അബദ്ധം പറഞ്ഞു തന്നതെന്ന് അദ്ദേഹം കുട്ടികളോട് കയർത്തു. മുട്ടസ്സു നമ്പൂതിരിയാണെന്ന് കുട്ടികൾ പറയുകയും ചെയ്തു. ഇതെന്താ കുട്ടികൾക്ക് അബദ്ധം പറഞ്ഞു കൊടുത്തതെന്ന് ശാസ്ത്രികൾ നമ്പൂതിരിയോട് തട്ടിക്കയറി. ശാസ്ത്രികൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് എന്നായി നമ്പൂതിരി. പഠിച്ചിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാനെന്നും ഉപദേശിച്ചു. പിന്നീടത് വാക്തർക്കത്തിലെത്തുകയാണ്. താൻ അമരേശം പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്പൂതിരി ശാസ്ത്രികളോട് ആരാഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞ ശാസ്ത്രികളോട് അതിലെ ഇന്ദിരാ ലോകമാതാ മാ എന്നും ഭാർഗവി ലോകജനനി എന്നും ഉള്ളിടത്ത് ലോകമാത എന്നും ലോകജനനി എന്നും ഒരുമിച്ച് പ്രയോഗിച്ചത് എന്തിനെന്നും ചോദിച്ചു. അവയിൽ ഏതെങ്കിലും ഒന്ന് പോരെ എന്നായിരുന്നു അദ്ദേഹം അർത്ഥമാക്കിയത്. ഏതെങ്കിലും ഒന്നു മതിയെന്ന് ശാസ്ത്രികളും സമ്മതിച്ചു. ഇത് കേട്ട നമ്പൂതിരി ഇതാണ് തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നതെന്ന് ശാസ്ത്രികളെ കളിയാക്കി. അതിഗംഭീരനായ ഈ ഗ്രന്ഥകർത്താവ്
വെറുതെ ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തില്ലെന്ന് പറഞ്ഞ നമ്പൂതിരി അതിന്റെ സാരം വ്യക്തമാക്കി കൊടുത്തു. ആ ലോകമാത എന്നും ഈ ലോകജനനി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാലക്ഷ്മി ഒരു ലോകത്തിന്റെ മാത്രമല്ല, പരലോകത്തിന്റെ മാതാവും ഇഹലോകത്തിന്റെ ജനനിയുമാണ് എന്നാണ് നമ്പൂതിരി വിശദീകരിച്ചത്.